നമസ്തേ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആത്മീയ സമ്മേളനമായ 45 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന മഹാകുംഭമേള 2025 ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലെ വിശുദ്ധ ഗംഗ, യമുന, സരസ്വതി നദികളുടെ ത്രിവേണി സംഗമത്തിൽ ആരംഭിച്ചിരിക്കുകയാണ്. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേളയ്ക്ക് അതിൻ്റെതായ മതപരമായ പ്രാധാന്യമുണ്ട്. ലോകമെമ്പാടുമുള്ള ആളുകൾ പങ്കെടുക്കുകയും പുണ്യമോ വിശുദ്ധമോ ആയ നദിയിൽ കുളിക്കുകയും ചെയ്യുന്ന ഈ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ സമ്മേളനമാണ് ഇത് എന്ന് പറയാം. എന്നാൽ കുംഭത്തിൻ്റെ അർത്ഥം എന്താണ്? എന്തിനാണ് ഇത് ആഘോഷിക്കുന്നത്? ആരാണ് കുംഭമേള ആരംഭിച്ചത്? കുംഭമേളയുടെ കഥ എന്താണ്? ഇതൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അത് ചർച്ച ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന പുണ്യ സ്നാനത്തെ കുംഭമേള എന്നാണ് പറയുന്നത്. 6 വർഷത്തിലൊരിക്കൽ നടക്കുന്നതിനെ അർത്ഥ കുംഭമേള എന്നും എല്ലാ വർഷവും മാഘമാസത്തിൽ നടക്കുന്ന പുണ്യസ്നാനത്തെ മകിമേള എന്നുമാണ് വിളിക്കുന്നത്. ബന്ധമുക്ക്, കുംഭ എന്നും കലശം എന്നും ഇതിന് പേരുണ്ട്. ആകാശത്തിലെ മാറ്റങ്ങളെ തുടർന്ന് നമ്മുടെ പഞ്ചാംഗം അനുസരിച്ച് ഓരോ സ്ഥലത്തും വ്യത്യസ്ത സമയങ്ങളിലാണ് കുംഭമേള ആചരിക്കുന്നത്. കുംഭമേള നടക്കുന്ന പുണ്യ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന് ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ ഗംഗയിലാണ്. അടുത്തത് മധ്യപ്രദേശിലെ ഉജ്ജയിനിയിലെ ഗിപ്രു നദിയിൽ. മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ഗോദാവരി നദിയിൽ. അടുത്തത് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലുള്ള ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമ സ്ഥാനത്താണ്. അവിടെയാണ് ഇപ്പോൾ മഹാകുംഭമേള നടക്കാൻ പോകുന്നത്. വിഷ്ണുവിൻ്റെ പാദങ്ങൾ ഗംഗാകാശത്തിലൂടെ വന്ന് ഹിമാലയത്തിന് മുകളിലെത്തുകയും അവിടെ നിന്ന് ശിവന്റെ ജടാജൂടത്തിൽ വീഴുകയും ഹരിദ്വാറിൽ ദിവിയിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി ഒഴുകുകയും ചെയ്യുന്ന സ്ഥലത്താണ് ഇപ്പോൾ കുംഭമേള നടക്കാൻ പോകുന്നത്. ഗംഗ, യമുന, സരസ്വതി നദിയിൽ ചേരുകയും ത്രിവേണി സംഗമത്തിൽ ചേരുകയും ചെയ്യുന്ന പ്രയാഗ്രാജിലെ അതേ ഭൂമിയിൽ നമുക്ക് ഇതിൻ്റെ ഒരു ചരിത്രം നോക്കാം. നമ്മുടെ ഭഗവത് പുരാണം, വിഷ്ണു പുരാണം തുടങ്ങിയ ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ പറയപ്പെടുന്ന നമ്മുടെ ദൈവങ്ങൾ ശക്തി വീണ്ടെടുക്കാനായി നടത്തിയ പാലാഴി മഥനം എല്ലാവർക്കും അറിയാം അല്ലേ? ആ പാലാഴി മഥനവുമായി ബന്ധപ്പെട്ടാണ് കുംഭമേളയുടെ വിശ്വാസവും ഉള്ളത്. പണ്ട് ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി കടയുകയുണ്ടായി. അമൃത് ലഭിച്ചപ്പോൾ അത് സ്വന്തമാക്കുന്നതിനായി ദേവാസുരന്മാർ യുദ്ധത്തിൽ ഏർപ്പെട്ടു. ഈ ഒരു കഥ എല്ലാവർക്കും അറിയാമല്ലേ? 12 ദിവസം നീണ്ടു നിന്ന ഈ ഒരു യുദ്ധത്തിനിടയിൽ നടന്ന പിടിവലിയിൽ അമൃത് നിറഞ്ഞ ഈ കുടം തുളുമ്പി 4 സ്ഥലങ്ങളിലായി 4 പ്രാവശ്യം ഈ അമൃത് വീണു എന്നാണ് ഐതിഹ്യം പറയുന്നത്. അത് മഹാരാഷ്ട്രയിലെ നാസിക്, ഉത്തർപ്രദേശിലെ പ്രയാഗ, പിന്നെ ഹരിദ്വാർ, ഉജ്ജയിനി എന്നീ സ്ഥലങ്ങളിൽ വീണു എന്നാണ് കരുതുന്നത്. മനുഷ്യന്റെ ഒരു വർഷം ദേവന്മാരുടെ ഒരു ദിവസമായതിനാൽ അവരുടെ 12 ദിവസം നമ്മുടെ 12 വർഷമാണ്. അങ്ങനെയാണ് ഈ മഹാകുംഭമേള 12 വർഷത്തിലൊരിക്കൽ നടക്കുന്നത്. അതിനാൽ ഈ 4 സ്ഥലത്തും 3 വർഷം കൂടുമ്പോൾ കുംഭമേള നടക്കുന്നുണ്ട്. ഹരിദ്വാറിലും പ്രയാഗിലും ഗംഗാതീരത്തും ഉജ്ജയിനിയിൽ ക്ഷിപ്ര നദീതീരത്തും നാസിക്കിൽ ഗോദാവരി തീരത്തുമാണ് ഈ മേള നടക്കുന്നത്. അവസാനം അമൃത് വീണത് ഹരിദ്വാറിലാണ് എന്നാണ് പറയുന്നത്. അമൃത തുള്ളികൾ വീണ് 4 സ്ഥലങ്ങളും പുണ്യ സ്ഥലങ്ങളായി കരുതിയാണ് ആൾക്കാർ അവിടെ ചെന്ന് പുണ്യസ്നാനം നടത്തുന്നത്. കുംഭമേളയുടെ സമയത്ത് അതാത് നദികളിലെ വെള്ളം അമൃതാകും എന്നാണ് നാം വിശ്വസിച്ച് പോരുന്നത്. ഒരു മതസംഗമം എന്നതിനു പുറമെ വിശ്വാസം, ആചാരങ്ങൾ, ആത്മീയത എന്നിവ ഇഴചേർന്ന വലിയൊരു ആഘോഷമാണ് നമ്മുടെ മഹാകുംഭമേള. പുണ്യനദികളിലെ സ്നാനം, ഉപവാസം, ദാനധർമ്മങ്ങൾ എന്നിവ ഇതിൻ്റെ ആചാരങ്ങളുടെ ഭാഗമാണ്. ഈ ഉത്സവം ഭക്തർക്ക് മോക്ഷത്തിനുള്ള വഴി തുറന്നു നൽകുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. കുംഭമേള സമയത്ത് ഈ പുണ്യനദിയിൽ സ്നാനം ചെയ്യുന്നവർക്ക് അനുഗ്രഹം ലഭിക്കും എന്നാണ് വിശ്വാസം. അതായത് പാപങ്ങളെല്ലാം നീങ്ങി മോക്ഷത്തിലേക്ക് അടുക്കാൻ ഇത് സഹായിക്കും എന്നാണ് വിശ്വസിച്ചു പോരുന്നത്. കുംഭമേളയുടെ സമയത്ത് പുതുതായി സന്യാസം സ്വീകരിച്ച നാഗസന്യാസിമാർ ഗംഗാതീരത്ത് ദീക്ഷ അനുഷ്ഠിക്കുകയും ചെയ്യും. കുംഭമേള ഘോഷയാത്രയിൽ നാഗസന്യാസിമാർ, മണ്ഡലേശ്വരന്മാർ, മഹാമണ്ഡലേശ്വരന്മാർ,
അഖാഡകൾ, അതായത് ഈ അഭ്യാസത്തിലൂടെയൊക്കെ ശക്തി പ്രാപിച്ച് നമ്മുടെ സമൂഹത്തിനായി സ്വയം ത്യാഗം ചെയ്ത സൈന്യത്തെയാണ് പറയുന്നത്. അതുപോലെ സനാതനധർമ്മം സംരക്ഷിക്കാനായി അവർ വാളുകളും തൃശൂലങ്ങളും ഒക്കെയായി അവർ ഇതിന്റെ മുന്നിൽ നടക്കുന്നു. ശിഷ്യന്മാർക്ക് പിന്നിൽ ലക്ഷക്കണക്കിന് സാധാരണ ഭക്തർ പങ്കെടുത്ത് പുണ്യസ്നാനം നടത്തുന്നു. സംക്രാന്തി മുതൽ ശിവരാത്രി വരെ കോടിക്കണക്കിന് ഭക്തരാണ് ഈ കുംഭമേളയിൽ പങ്കെടുക്കാനായി എത്തുന്നത്. ഞങ്ങളും ധർമ്മരക്ഷയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു. ധർമ്മ സംരക്ഷണം എന്നാൽ വ്യക്തിപരമായി ധർമ്മം അനുഷ്ഠിക്കലാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവരൊരു പ്രതിജ്ഞയെടുത്ത് പുണ്യസ്നാനം നടത്തി മടങ്ങുകയാണ്. ആയിരക്കണക്കിന് പുരോഹിതന്മാരും മഠാധിപതികളും വിവിധ തലങ്ങളിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളും എല്ലാം ഭക്തരോട് വ്യത്യസ്ത പ്രഭാഷണങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും എല്ലാം ഭക്തരോട് സംവദിക്കുന്നുണ്ട്. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ലക്ഷക്കണക്കിന് ആളുകൾ പുണ്യസ്നാനത്തിനായി പ്രാദേശിക വ്യത്യാസങ്ങൾ മറന്ന്, ജാതികൾ മറന്ന്, തലമുറ വ്യത്യാസമില്ലാതെ സമത്വബോധത്തോടു കൂടി കുംഭമേളയിൽ ഒരുമിച്ച് സ്നാനം ചെയ്യുകയാണ്. പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും എല്ലാം ഇവിടെ ഉണ്ട്. രാത്രിയിൽ വിവിധ പ്രദേശങ്ങളിലെ സാംസ്കാരിക പ്രകടനങ്ങളിലൂടെ അവർ ചെയ്യുന്ന സാമൂഹ്യ സേവന പരിപാടികൾ എല്ലാവർക്കും പരിചയപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഇവിടെ ഉള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ ഗ്രൂപ്പാണ് ഇത് എന്ന് നമുക്ക് പറയാം. കാരണം ചന്ദ്രന്റെ മുകളിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുന്ന ഒരേ ഒരു പൊതുസമ്മേളനമാണ് കുംഭമേള. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ സംഗമം. രാജ്യത്തെ ജനസംഖ്യയുടെ പകുതിയിലധികം ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നു. 2017 അർദ്ധ കുംഭമേളയിൽ 3 കോടി ആളുകളും 2001 6 കോടി ആളുകളും കുംഭമേളയിൽ പങ്കെടുത്തതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ വർഷം കുറഞ്ഞത് 40 കോടിയിലധികം ഭക്തരെയെങ്കിലും പുണ്യസ്നാനം നടത്താനുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ തിങ്കളാഴ്ച മുതൽ കുംഭമേളയിലെ പ്രധാനപ്പെട്ട ചടങ്ങായ ത്രിവേണി സംഗമത്തിലെ സ്നാനം ആരംഭിക്കും. 14-ന് മകരസംക്രാന്തി ദിനത്തിലും 21-ന് മൗനി അമാവാസ്യ ദിനത്തിലും ഫെബ്രുവരി 3-ന് വസന്തപഞ്ചമി ദിനത്തിലും ഫെബ്രുവരി 12-ന് മാഘി പൂർണിമ ദിനത്തിലും ഫെബ്രുവരി 26-ന് മഹാശിവരാത്രി ദിനത്തിലുമാണ് പ്രധാന സ്നാനങ്ങൾ നടക്കുന്നത്. പ്രയാഗ്രാജിൽ 12 കിലോമീറ്റർ നീളത്തിൽ സ്നാന ഘാട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. വാച്ച് ടവർ അടക്കം വിപുലമായ സുരക്ഷാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കുംഭമേള നടക്കുന്ന ദിവസങ്ങളിൽ ആകെ 3000 സ്പെഷ്യൽ സർവീസുകൾ ഉൾപ്പെടെ 13,000 ട്രെയിൻ സർവീസുകൾ ഒരുക്കുമെന്ന് റെയിൽവേ അറിയിച്ചിരുന്നു. കേന്ദ്ര ടൂറിസം വകുപ്പിന്റെ കീഴിലുള്ള ITDCയും പ്രയാഗ്രാജിൽ പ്രത്യേക ലക്ഷറി ടെന്റുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. സനാതനധർമ്മത്തിന്റെ മഹത്വം തിരിച്ചറിയാനായി എല്ലാവരും ഈ കുംഭമേളയുടെ ഭാഗമാകുക എന്ന് പറഞ്ഞ് നിർത്തുന്നു. നന്ദി, നമസ്കാരം.